ഇറാനിലെ എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ചാണ്. ഇതിൽ നമുക്കറിയാം ഡൊണാൾഡ് ട്രംപ് ഇന്നലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്നലെ രാത്രി കനത്ത ആക്രമണം ഉണ്ടാകും ഇറാൻ വഴങ്ങിയില്ലെങ്കിൽ എന്നുള്ളത്. ഏതാണ്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ നടന്നിരിക്കുന്നു. ഇറാനിലെ എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ ആക്രമണം US-ഉം ഇസ്രായേലും നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. തലസ്ഥാനമായ ടെഹ്റാനിൽ പലയിടത്തും വൻ തീപിടുത്തമുണ്ടായി. പകരം ഇന്നലെ നടത്തിയ പ്രസ്താവനയ്ക്ക് വിരുദ്ധമായി ഇറാൻ പശ്ചിമേഷ്യയിൽ വീണ്ടും ആക്രമണം ശക്തമാക്കി. കുവൈറ്റ് വിമാനത്താവളത്തിന് സമീപത്തെ എണ്ണ ടാങ്ക് ഡ്രോൺ ഉപയോഗിച്ച് തകർത്തു. ദുബായിൽ ഒരു പാകിസ്ഥാൻ സ്വദേശി കൊല്ലപ്പെട്ടു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഈ മിസൈലുകൾ ഇന്റർസെപ്റ്റ് ചെയ്യുകയും തകർക്കുകയും ഒക്കെ ചെയ്യുന്നതിനിടയിൽ ഈ ചീളുകൾ താഴേക്ക് പതിക്കാറുണ്ട് പലപ്പോഴും. അങ്ങനെയാണ് പലരും കൊല്ലപ്പെടുന്നത്. ഈ പാകിസ്ഥാനി സ്വദേശി അദ്ദേഹം ഒരു ഡ്രൈവറായിരുന്നു. അദ്ദേഹവും കൊല്ലപ്പെട്ടത് അങ്ങനെയാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഇറാൻ നടത്തിയ സമീപനത്തെ അമേരിക്ക നശിപ്പിച്ചുവെന്നാണ് വിദേശകാര്യമന്ത്രി. ഇറാൻ്റെ ഏതാണ്ട് ഒരു സമാധാന ശ്രമത്തിലുള്ള സമീപനത്തെ നശിപ്പിച്ചുവെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രിച്ചി പറഞ്ഞ പശ്ചാത്തലം കൂടിയുണ്ട്. അമേരിക്ക യാതൊരു ചർച്ചകൾക്കും തയ്യാറല്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കി. Negotiating leverage, maybe maximum, but we're not looking to settle. They'd like to settle. We're not looking to settle. Iran accused the ഇറാനെ നശിപ്പിക്കും വരെയുള്ള ആക്രമണം അതിശക്തമായി തുടരുമെന്ന് തന്നെയാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. അതനുസരിച്ചുള്ള ആക്രമണം ഇന്നലെ രാത്രി നടന്നു. ഇറാൻ തിരിച്ചടിക്കുന്നുണ്ട്. പക്ഷേ തിരിച്ചടിയൊക്കെ സംഭവിക്കുന്നത് നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിലാണ്. കുവൈറ്റും ദുബായും പോലെയുള്ള രാജ്യങ്ങളാണ്. ഇതിനിടയിൽ അടിയന്തരമായി GCC രാജ്യങ്ങളുടെ യോഗം ഇന്ന് ചേരുന്നുണ്ട്. ഇന്നലെ UAE-യുടെ വിദേശകാര്യമന്ത്രിയുടെയൊക്കെ പ്രതികരണം വന്നിരുന്നു. ഞങ്ങളുടെ ഭംഗി മാത്രം കണ്ട് നിങ്ങൾ ആസ്വദിക്കരുത്, ഞങ്ങൾക്ക് തിരിച്ചടിക്കാൻ അറിയാം എന്നുള്ളത്. അതേ നിമിഷം സംഭവിക്കും എന്നുള്ളത് കൂടി ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും. ഇത്രയും നാൾ പ്രതിരോധമായിരുന്നു. ഒരു തിരിച്ചടിക്ക് ആക്രമണത്തിന് രാജ്യങ്ങൾ മുതിരുമോ എന്നുള്ളത് കൂടി കാത്തിരുന്ന് കാണേണ്ടി വരും. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഇപ്പോൾ ഇന്നലെയാണ് ട്രംപ് പറഞ്ഞത് രാത്രി മുഴുവൻ വലിയ കനത്ത ആക്രമണം ഉണ്ടാകും ഇറാനിലെന്ന്. ഏതാണ്ട് അതേപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. വലിയ സ്ഫോടനങ്ങളാണ് ടെഹ്റാനിൽ. വലിയ തോതിൽ എണ്ണ സംഭരണശാലകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. എന്താണ് അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യം വെക്കുന്നത്? ഈ ആക്രമണങ്ങൾ തുടരുക എന്നുള്ളത് തന്നെയല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ടെഹ്റാൻ നഗരത്തിന് ഇന്നലെ വിശ്രമമില്ലാത്ത, അവർക്ക് വളരെ ഒരു ഭീതി ഉണ്ടാക്കുന്ന രാത്രി തന്നെയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടെയുള്ള നിരവധി എണ്ണപ്പാടങ്ങളാണ് അമേരിക്കയും ഇസ്രായേലും ബോംബിട്ട് നശിപ്പിച്ചത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു ഭീതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിരവധി സ്ഥലങ്ങളിൽ ഈ സ്ഫോടനമുണ്ടായി. വലിയ തോതിൽ തീ ഉയർന്നു പൊങ്ങുന്ന അവസ്ഥയുണ്ടായി. പലയിടത്തും വലിയ തീപിടുത്തം തന്നെ ഉണ്ടായ ഒരു സാഹചര്യം ഇന്നലെ ടെഹ്റാനിലും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലും എല്ലാം നടന്നു. ഇതൊരു സൈക്കോളജിക്കൽ വാറാണ് എന്നാണ് പല വിദഗ്ധരും അവകാശപ്പെടുന്നത്. അതായത് ഇതിനു മുൻപേ ഗാസയിലടക്കം ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ പ്രധാനമായിട്ടും എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്താൻ അവർ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഇതിലൂടെ രാജ്യത്തിൻ്റെ സ്ഥിതി അത് വളരെ മോശമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന് അവിടെയുള്ള ജനങ്ങളെയും അതുപോലെ തന്നെ ഭരണാധികാരികളെയും ബോധ്യപ്പെടുത്താൻ ഇതിന് ശത്രുപക്ഷത്തിന് സാധിക്കും. അപ്പോൾ ഇതിലൂടെ സൈക്കോളജിക്കലായി അവരെ എത്രയും വേഗം തളർത്തി കീഴടക്കുക, ഇത് തന്നെയാണ് ഈ ഒരു നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാണ് പല വിദഗ്ധരും അവകാശപ്പെടുന്നത്. എന്തായാലും ട്രംപ് ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ സർവനാശം വരുത്താൻ ഒരുങ്ങി തന്നെയാണ് ഇറാൻ്റെയും അമേരിക്കയുടെയും ഒരു പോക്കെന്ന് പറയുന്നത്. ടെഹ്റാനിൽ പലയിടത്തും കനത്ത രീതിയിൽ തന്നെ ഈ തീ ആളിപ്പടർന്നു. പലയിടത്തും പുക ഉയർന്നു പൊങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇത്തരത്തിൽ കനത്ത രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് ഈ മേഖലയിൽ എപ്പാടെയും ഉണ്ടായത്. ഇന്നലെ മരണസംഖ്യ നമുക്ക് ഇന്നലെ വരെയുള്ള കണക്കുകളാണ് ഇറാനിലെ മരണസംഖ്യ നമുക്ക് വന്നത്. 1332 പേർ മരിച്ചു എന്നാണ് ഇതുവരെയുള്ള ഔദ്യോഗിക കണക്ക്. എന്നാൽ ഇപ്പോൾ ഈ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ചും ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിൽ മരണസംഖ്യ ഇനിയും വളരെയധികം ഉയരാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വളരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട്. ഇറാനിലെ സെക്യൂരിറ്റി കൗൺസിൽ അധ്യക്ഷനായിട്ടുള്ള അലി ലാരിജാനി വ്യക്തമാക്കുന്നത് ഇറാൻ്റെ ഒരു സൗഹൃദ സമീപനം അത് അമേരിക്ക നശിപ്പിച്ചു. ഇറാൻ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇറാൻ ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു നീക്കം നടത്താൻ വേണ്ടി നോക്കിയപ്പോൾ അത് അമേരിക്ക ആ ഒരു നീക്കത്തെ കൊന്നു എന്നാണ് വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്സിയും വ്യക്തമാക്കിയത്. അതായത് ഇന്നലെ
ഇന്നലെ ഈ ഇറാനിയൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം വരുന്നു. അതായത് ഇറാൻ ഇനി പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളെ ആക്രമിക്കില്ല, മറ്റ് അയൽ രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം ഇറാൻ നിർത്തി, ഇനി ഒരു തുടർ പ്രകോപനമില്ലാതെ ഇറാൻ ഇനി ആക്രമിക്കില്ല എന്ന് ഇറാനിയൻ പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അതിനുശേഷവും തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇറാന് നേരെ ഉണ്ടായത്. അത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി, US-ന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. അതിനെ തുടർന്നാണ് ഇറാൻ ശക്തമായിട്ടുള്ള ഒരു പ്രകോപനം, ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടിക്ക് തന്നെ ഇപ്പോൾ ഒരുങ്ങുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. അതിനെ സംബന്ധിച്ചുള്ള വാർത്തകളാണ് നിലവിൽ കുവൈറ്റിൽ. അവിടെ ഒരു പ്രശ്നം അജയ്, ഇപ്പോൾ നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഇറാന്റെ ആക്രമണം. അതുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ എതിർപ്പ് ഉയർന്ന പശ്ചാത്തലമുണ്ട്. നമുക്കറിയാം GCC രാജ്യങ്ങളുടെ യോഗമൊക്കെ ചേരുന്നുണ്ട്. അതിനിടയിലാണ് മസൂദ് പെസഷ്കിയാൻ ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇന്നലെ മാപ്പുമായി എത്തിയത്. തങ്ങളെ ആക്രമിക്കുന്നതുകൊണ്ടുള്ള പ്രതികാരമായി ഇത്തരം രാജ്യങ്ങളെ, അമേരിക്കൻ ബേസൊക്കെ ഉള്ള രാജ്യങ്ങളെ ആക്രമിക്കുന്നു എന്നുള്ളതായിരുന്നു. ഇനി സംഭവിക്കില്ല എന്ന് പറയുന്നതിന് തൊട്ടുപുറകെയാണ് അവിടെ വീണ്ടും മിസൈലുകളും ഡ്രോണുകളും പറന്നെത്തുന്നത്. അത് ഒരു ആൾ മരിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു, കുവൈറ്റിൽ ആക്രമണം ഉണ്ടാകുന്നു. അത് ആ രാജ്യങ്ങളെ ചില്ലറയൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത്. അതിനോടുള്ള പ്രതികരണം ഈ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഒപ്പം അതിന് തീർച്ചയായും പ്രത്യാഘാതങ്ങൾ ഇറാൻ അനുഭവിക്കേണ്ടി വരും. സംയുക്ത ആക്രമണത്തിനൊക്കെ UAE രാജ്യങ്ങൾ തയ്യാറെടുത്താൽ അത് മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങളെ മാറ്റുകയും ചെയ്യും. അതാണ്, അതിനുള്ള ഒരു പശ്ചിമേഷ്യ മുഴുവൻ ഈ സംഘർഷം വ്യാപിക്കുന്നതിനുള്ള സാധ്യതകളാണ് നിലവിൽ നമുക്ക് കാണാനാകുന്നത്. ഇന്ന് നടക്കാൻ പോകുന്ന ഈ അറബ് ലീഗിന്റെ യോഗം അത് തീർച്ചയായിട്ടും നിർണായകം തന്നെയാണ്. ഈ ഒരു യോഗത്തിലൂടെ മാത്രമേ ഇനി മുന്നോട്ടുള്ള അറബ് രാജ്യങ്ങളുടെ നീക്കം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നലെ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഈ സന്ദേശം വന്നതിന് ശേഷം ഇന്നലെ ഖത്തർ അവർ വളരെ എലിവേറ്റഡ് എമർജൻസി അലേർട്ട് ഇന്നലെ പുറപ്പെടുവിച്ചിരുന്നു. അങ്ങനെ അസാധാരണ പുറപ്പെടുവിച്ച ഈ എലിവേറ്റഡ് എമർജൻസി അലേർട്ടൊക്കെ ഖത്തർ പിൻവലിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം താൽക്കാലികമായി അടയ്ക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. എമിറേറ്റ്സ് ഫ്ലൈറ്റ് സർവീസ് പശ്ചിമേഷ്യയിലേക്കും ദുബായിലേക്കുമുള്ള മുഴുവൻ ഫ്ലൈറ്റ് സർവീസുകളും ക്യാൻസലാക്കുന്നതായി അറിയിച്ചിരുന്നു. അപ്പോൾ ഇതെല്ലാം പിന്നീട് റീ ഓപ്പൺ ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിച്ചു. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ലൈറ്റ് സർവീസുകൾ ഭാഗികമായി തുറന്നു. അതുപോലെ തന്നെ എമിറേറ്റ്സ് ഫ്ലൈറ്റ് സർവീസുകൾ വീണ്ടും പുനരാരംഭിച്ചു. ഇതെല്ലാം പ്രസിഡന്റിന്റെ ആ വാക്ക് കേട്ടുകൊണ്ടായിരുന്നു. എന്നാൽ US വീണ്ടും ഇറാനിൽ ആക്രമണം ആരംഭിച്ചതോടെ അവർ തങ്ങളുടെ ആ പഴയ വാക്ക് തെറ്റിച്ചുകൊണ്ട് പശ്ചിമേഷ്യയിലേക്ക് ആഞ്ഞടിക്കുകയായിരുന്നു. പശ്ചിമേഷ്യയിൽ ഉണ്ടായ ഒരു ചെറിയ സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത് കുവൈറ്റ് എയർപോർട്ടിന് സമീപത്തുള്ള ഒരു ഓയിൽ ടാങ്കിന് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. ഈ ഓയിൽ ടാങ്ക് പൊട്ടിത്തെറിച്ച് മേഖലയിൽ വലിയ തീപിടുത്തം തന്നെ ഉണ്ടായി. ഈ എയർപോർട്ടിലേക്ക് തീ വ്യാപിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിലും അധികൃതർ തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് അവരുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതുമാത്രമല്ല, ദുബായിലും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ദുബായിലൊരു ഡ്രോൺ അവശിഷ്ടം വീണ് ഒരു പാകിസ്ഥാൻ സ്വദേശി മരിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഡ്രോൺ നേരിട്ട് ഹിറ്റ് ചെയ്യുകയായിരുന്നില്ല. ഡ്രോൺ അത് UAE ഭരണകൂടം ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ചു. അതിനെ തുടർന്ന് ഈ ഒരു ഡ്രോണിന്റെ ചീള് വീണാണ് ഈ പാകിസ്ഥാൻ സ്വദേശി മരിക്കുന്ന സാഹചര്യമുണ്ടായത്. അതുപോലെ തന്നെ കുവൈറ്റിലുള്ള ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസ് ആസ്ഥാനത്തിന് നേരെയും നിലവിൽ ആക്രമണം ഉണ്ടായി സ്ഥിരീകരിക്കുന്നു. അതിൽ മറ്റ് കാഷ്വാലിറ്റീസ് ഒന്നും നിലവിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ പശ്ചിമേഷ്യയിലേക്കും ഇറാൻ ആക്രമണം, ഇന്നലെ പറഞ്ഞ വാക്കിന് വിരുദ്ധമായി ആക്രമണം ശക്തമാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. UAEയും നിരവധി ഡ്രോണുകളെ ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ചു. സൗദി അറേബ്യയിലേക്കും നിരവധി ഡ്രോണുകൾ വന്നതായിട്ടാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഇതെല്ലാം ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഈ അറബ് ലീഗിന്റെ യോഗം ചേരുന്നതോടെ ഇറാനെതിരെ എന്ത് നീക്കം നടത്തണമെന്ന് അവർ തീരുമാനിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. പക്ഷേ ഇത് അമേരിക്കയും ചെറിയ തോതിലെങ്കിലും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. കാര്യം ഇത്തരത്തിൽ ഈ അമേരിക്ക ഈ ആക്രമണം ഇറാനിൽ വ്യാപകമാക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളെ ഇറാന് ആക്രമിക്കേണ്ടി വരുന്നത് എന്നൊരു വാദം ഉയർന്നാൽ ഈ അറബ് ലീഗ് രാജ്യങ്ങൾ എല്ലാവരും US-നോട് സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അവരുടെ വ്യാപാരം ഉൾപ്പെടെ തടസ്സപ്പെട്ട ഒരു അതിരൂക്ഷമായ സാഹചര്യമുണ്ട്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കം ഒന്നും തന്നെ നടക്കുന്നില്ല. ഇന്നലെ മേഖലയിലൂടെ കടന്നുപോയ ഒരു കപ്പലിന് നേരെയും ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. അപ്പോൾ ഈ ചരക്ക് നീക്കം മൊത്തത്തിൽ നിലച്ച അത്യന്തം അപകടകരമായിട്ടുള്ള സാഹചര്യത്തിൽ US സഹകരിക്കണമെന്ന് അറബ് ലീഗ് രാജ്യങ്ങൾ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും US-ന്റെ സൈനിക കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന, US വളരെ നല്ല രീതിയിൽ കച്ചവടം നടത്തുന്ന ഈ അറബ് രാജ്യങ്ങൾ എല്ലാവരും കൂടി ഇത്തരം ഒരു സമ്മർദ്ദം ഉയർത്തുകയാണെങ്കിൽ US-ന് ചിലപ്പോൾ അതിൽ വഴങ്ങേണ്ടി വരും എന്നൊരു
സാഹചര്യമുണ്ട്. മാത്രമല്ല ട്രംപിന് നേരെ US നിന്ന് തന്നെ ഉയർന്ന ഏറ്റവും വലിയ വിമർശനമാണ് അവിടെയുള്ള ഈ മിനാബിലുള്ള ഒരു എലിമെന്ററി സ്കൂളിന് നേരെ നടന്നിട്ടുള്ള ആക്രമണം. ഈ ആക്രമണത്തിന് പിന്നിൽ US ആണ് എന്നുള്ള തരത്തിലുള്ള അന്വേഷണ റിപ്പോർട്ട് ഇന്നലെ US ആർമിയുടെ ഭാഗത്ത് നിന്ന് തന്നെ വന്നിരുന്നു. ആദ്യം ഇസ്രായേലി ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ അല്ല എന്ന് പറഞ്ഞ് അവർ ആദ്യമേ കൈകഴുകി. തുടർന്ന് US-ന്റെ ആർമി വിങ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഈ ആക്രമണം അത് US-ന്റെ ഭാഗത്തു നിന്നുണ്ടായതാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടത്. ഇതിനെ സംബന്ധിച്ച് ട്രംപിനോട് മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ ട്രംപ് ഈ കാര്യത്തിൽ ഇറാനെ പഴിക്കുകയാണ് ചെയ്തത്. അതായത് ഈ സ്കൂളിലേക്ക് ആക്രമണം നടത്തിയത് ഇറാനാണ് ഇതിന് പിന്നിൽ. ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും ഒന്നും കൃത്യമായല്ല പ്രവർത്തിക്കുന്നത്. അവരുടെ ടാർഗറ്റ് ഫോക്കസിംഗ് സിസ്റ്റം അത് തകരാറിലാണ്. അങ്ങനെ അത് കാരണമാണ് ഈ സ്കൂളിലേക്ക് അവരുടെ തന്നെ ഡ്രോൺ പതിച്ചാണ് ഈ സ്കൂൾ തകർന്നതും ഈ സ്കൂളിലെ കുട്ടികൾ മരിച്ചതും എന്നാണ് ട്രംപിന്റെ ഒരു വാദം. മാത്രമല്ല UK പശ്ചിമേഷ്യയിലേക്ക് തങ്ങളുടെ യുദ്ധവിമാനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും എല്ലാം അയച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ ട്രംപിനോട് ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ ട്രംപ് പറഞ്ഞത് UK അവർ നീണ്ട ആലോചനകൾക്ക് ശേഷം ഇത്തരം വിമാനങ്ങൾ പശ്ചിമേഷ്യയിലേക്ക് അയച്ചിട്ടുണ്ട്. അത് നല്ല കാര്യമൊക്കെ തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്ക് UKയുടെ സഹായമൊന്നും ആവശ്യമില്ല. ഞങ്ങൾ നിലവിൽ യുദ്ധം ജയിച്ച ഒരു ഘട്ടത്തിലാണ്. ഞങ്ങൾ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തിൽ എന്തെങ്കിലും തരത്തിൽ മറ്റ് രാജ്യങ്ങൾ ഇടപെടേണ്ട സാഹചര്യമില്ല എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ള സാഹചര്യം. മാത്രമല്ല US സൈനികരും 6 US സൈനികരാണ് കൊല്ലപ്പെട്ടതെന്നുള്ള വാർത്തകൾ അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്നലെ ആ കൊല്ലപ്പെട്ട 6 സൈനികരുടെ വിശദാംശങ്ങളും US പുറത്തുവിട്ടിട്ടുണ്ട്. മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരവധി